ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു നാടൻ ലഞ്ചിൻ്റെ ഐറ്റംസ് ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ തീരെ സാദാ ചോറ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറേ ആയിട്ട് ഒരു ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചോറ് കഴിക്കണം എന്നുള്ളത്. ഇതൊരു സദ്യ ഐറ്റംസോ അങ്ങനത്തെ ഒന്നുമല്ല, അടിപൊളി വിഭവങ്ങളാണ്. എല്ലാവരും കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പറാണ് കേട്ടോ. കണ്ടാൽ തന്നെ വായിന്ന് വെള്ളം വരും. അത്രയും നല്ല ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെക്കാൻ വേണ്ടി പോണത് ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഈ ഒരു കറീൻ്റെ സാധനം എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വന്നതാണ്, കല്ലുമ്മക്കായ. എൻ്റെ ഉമ്മ ഇത് അയച്ചതാണ് കേട്ടോ. ശ്രീലങ്കപ്പം ഞാൻ എത്തി, അപ്പോൾ മൂപ്പര് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കല്ലുമ്മക്കായ. ഇങ്ങനെ ഫ്രഷ്, അത് ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇതാ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്താണ്. അതിലേക്ക് ഇതാ കുറച്ച് ഉള്ളി, ഒരു ചെറിയ സൈസ് ഉള്ളിയും 2-3 പച്ചമുളകും അതിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരുപാട് അങ്ങ് കളർ മാറിയൊന്നും ചെയ്യണ്ട. ചെറുതായിട്ട് ഒന്ന് ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫുൾ എടുത്തിട്ടില്ല, ഒരു 1/4. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു മിനിറ്റ് നേരം അതും ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇടുന്നത്. കറിവേപ്പില ഇപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി മതിട്ടോ. ഞാനിത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് ഇടുന്നില്ല, അത്ര വേണ്ടിയുള്ളൂ. അപ്പോൾ ആ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടിയ മുളക് പൊടിയാണ്, ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇത് എരിവില്ലാത്തതാണ് കേട്ടോ. പിന്നെ വേണ്ടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയല്ലേ പൊടികളുള്ളൂ. എന്നിട്ട് പൊടികളൊന്ന് വാടുന്ന വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. നല്ലൊരു മണം വരും, പൊടികളൊന്ന് വാടിയ സ്മെല്ല് വരും കേട്ടോ. അതുവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. പൊടികളൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇനി പുളിയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അത് കുറച്ച് നേരം സോക്ക് ചെയ്തുകൊണ്ടത് പിഴിഞ്ഞ് ഇതാക്കിയതാണ്. അതാണ് അതിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ വയ്ക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരുപാടങ്ങ് ഒഴിക്കേണ്ട, കാരണം തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതാ കുറച്ച് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പൊക്കെ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ നമുക്കിത് ആ ഒരു കല്ലുമ്മക്കായി, ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ച കല്ലുമ്മക്കായാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. തിള വന്നു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട്, ഒരു കല്ലുമ്മക്കായ്ക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് നേരെ വേവാനുള്ളൂ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 3-4 മിനിറ്റ് ഒന്ന് വേവട്ടെ. ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 1 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഇതാക്കണ്ട. പുളിവെള്ളം കൂടി ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. ആ പാത്രം ഒന്ന് കഴുകിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് തിളക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിനി ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മളിതാ വേറൊരു ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ, ഇത് ഇവിടുത്തെ ലോക്കൽ മാങ്ങയാണ്, സൗദി ലോക്കൽ മാങ്ങയാണ്, നാട്ടിലത്തെ മാങ്ങ അല്ല. അപ്പോൾ അതൊരു 6 എണ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് തോലൊക്കെ കളഞ്ഞെടുത്തതാണ്. ഈ ഒരു രീതി എന്ന് പറയുന്നത്, ഞാനിപ്പം ആ ഒരു ആക്ട്രസ് നമ്മളെ ഊർമിള ഉണ്ണിയില്ല, അവരൊരു സ്റ്റൈലും എൻ്റെ സ്റ്റൈലും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു സ്റ്റൈലിലാക്കിയിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് തിളക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ അത് ആവണം നേരം കൊണ്ട് നമുക്ക് അരപ്പ് ഉണ്ടാക്കണം. തേങ്ങയും ജീരകവും മാത്രമാണ് കേട്ടോ. തേങ്ങയും 1 ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തത്. അതിനെ അരച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ആ മാങ്ങ ഒന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 3-4 മിനിറ്റ് കഴിയട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പൊക്കെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അത് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നാട്ടിൽ നിന്ന് മാങ്ങയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങ് വേവുന്നില്ല. ഞാനിപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/2 കപ്പ് ഉണ്ട്. അധികം കട്ടിയിലല്ല, കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതെടുത്തതാണ്. 3 അച്ചാണ് ഞാൻ എടുത്തത് കേട്ടോ. ചെറിയ അച്ചാണ്, 3 അച്ച് ചെറുത്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം.
ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ ശർക്കരയൊക്കെ ഉരുക്കിന്നല്ല ഒന്നും കൂടെ ഒന്ന് കൊഴുപ്പായി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മാങ്ങൻ്റെ കൂട്ടത്തിൽ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഇനിയിപ്പോൾ അത് നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഉരുളക്കുണ്ടിൻ്റെ ഇതിൽ പറയുന്ന തേങ്ങയും തൈരും രണ്ടും കൂടെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത്. ഞാനിപ്പോൾ അങ്ങനെയല്ല ചേർക്കണത്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ, ആ ഒരു തേങ്ങൻ്റെ ഒരു പച്ചച്ചവ ഒന്ന് മാറിയിട്ട് ഒരു 2 മിനിറ്റ് ഇട്ട്, അധികമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയം എടുക്കുമ്പോഴത്തേക്കന്നെ ഒരു 2 മിനിറ്റ് ആവും കേട്ടോ, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു തേങ്ങ ഒന്ന് തിളച്ചല്ലോ. ഇനിയിപ്പോൾ ഇത് തീ ഓഫ് ചെയ്യാം കേട്ടോ, നമുക്ക് ഇത്രയും മതി. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ട് ഒരുപാട് നേരം കഴിയൊന്നും വേണ്ട, ആ ഒരു പതം ഒന്ന് ജസ്റ്റ് ഒന്ന് അടങ്ങിയാൽ മതി. എന്നിട്ട് ഇതാ പുളി കുറവുള്ള യോഗട്ടാണ് ഞാൻ എടുത്തത്. പുളി കുറവുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1.5 കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. തൈര് നിങ്ങളൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ് നല്ലത് കേട്ടോ. ഒരു എന്താ പറയുക, തെരുതെരുപ്പായിട്ടുള്ള തൈര് ചേർക്കരുത്, ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചൂട് മതി കേട്ടോ, ഇത് തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പോകണ്ടില്ല. ഇപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവാണ് വേണ്ടത്. അപ്പോൾ അതാ വറവ് ഇടുന്നത് നെയ്യിലാണെന്നാണ് നമ്മൾ ആ ഒരു ആക്ട്രസ് പറഞ്ഞത്. അപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ആ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് അടച്ച് വെക്കുക കേട്ടോ, വിളമ്പുന്ന സമയത്ത് തുറന്നാൽ മതി. ഇനിയിപ്പോൾ അടുത്തത് ഒരു പപ്പായ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എപ്പോഴും കാണിക്കുന്നതാണ്. ഒരു 1.5 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ടർക്കിഷ് പരിപ്പാണ് കേട്ടോ, നമ്മൾ ആ ഒരു മൈസൂർ പരിപ്പിൻ്റെ മഞ്ഞാണത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസുള്ള ഒരു പപ്പായ, ഒരു ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2-3 പച്ചമുളകുമാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് തക്കാളിയാണ് കേട്ടോ, ഒരു ചെറിയ തക്കാളിൻ്റെ അത്രയും മതി. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, ഞാൻ വേറെ ആവശ്യത്തിന് വെച്ചതാണ്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പച്ചക്കറീൻ്റെ ഒക്കെ അതേ ലെവലിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് പൊടികളാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇതിന് കുക്കർ അടച്ച് വെച്ചിട്ട് 2-3 വിസിൽ, ഓരോരുത്തർ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എൻ്റെ കുക്കറിൽ ഒരു 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നോളൂ. അപ്പോൾ ഞാനത് അടച്ച് വെക്കാണ്. ഇപ്പോൾ ഇതാ നമ്മളെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ കേട്ടോ, ഒരുപാട് അങ്ങ് ഉടഞ്ഞതാക്കുന്നില്ല, ഞാൻ ഈ ഒരു രീതിയിലാണ് വേവിച്ചെടുത്തത്. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് അരച്ച് വയ്ക്കേണ്ടത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലോ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്താണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ, 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ടും ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി കേട്ടോ, ഒരുപാട് അങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട. തേങ്ങ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയത്. ഇനി ഞാൻ ഇറക്കി വെക്കുകയാണ്. ഇതിലേക്കും വറവിടണം. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ആ ഒരു വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും പപ്പായ കറിയും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചാൽ മതി, നമുക്ക് വിളമ്പുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വെജ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് ഞാൻ കോവക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. മെഴുക്കുവരട്ടി തോരനല്ല, മെഴുക്കുവരട്ടി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടിയിട്ട് ഒന്ന് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിയും 2-3 പച്ചമുളകുമാണ്, ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതങ്ങ് വാടാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ആ ഒരു എണ്ണ കിടന്ന് മിക്സ് ആയി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ കോവക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. കോവക്ക കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ നല്ല നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്, ഇങ്ങനെ തന്നെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉള്ളിയും കോവക്കയും എല്ലാം ആ ഒരു എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂണൊക്കെ അല്ലെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ ഉപ്പ് വേണ്ടി വരും, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. ഒരു 5-6 മിനിറ്റ് ടൈം എടുക്കും. അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇളക്കി കൊടുത്ത് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്തതാണിത്. ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. നല്ല മുരിഞ്ഞ നമ്മളെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു കോവക്ക തോരനും. ഞാനിപ്പോൾ തേങ്ങ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണിത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇറക്കി വെക്കാം.
ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് ഞാനൊരു പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിന് വേണ്ടി ഞാൻ പഴം പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നേന്ത്രപ്പഴമാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നേന്ത്രപ്പഴമാണ്. ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുക്കണം കേട്ടോ, ഇത് അധികം പഴുത്തിട്ടില്ല. ഇത് ഒരു ഒത്ത പഴുപ്പാണ് ഉള്ളത്. അതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ഓവർ ആയിട്ട് പഴുത്തിട്ടുള്ള പഴമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഉണ്ടാക്കാനും. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും, ഇതിപ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 4-5 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് മിക്സിയിലിട്ട് അടയ്ക്കാനൊന്നും പോകണ്ട, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ടൊരു കഷ്ണങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിൽ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാൻ നമുക്ക് ജാഗറി വേണം. ഇപ്പം ഞാനിവിടെ എടുത്തുന്ന വെച്ചാൽ കരിപ്പെട്ടിയാണ് കേട്ടോ. ശ്രീലങ്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കരിപ്പെട്ടിൻ്റെ വ്യത്യാസം അറിയാലോ. സാധാരണ ശർക്കര അല്ല, ശർക്കര എന്ന് പറയുന്നത് നമ്മൾ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ പനയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ആയുർവേദ മരുന്നിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഭക്ഷണത്തിന് ഉപയോഗിക്കും, നല്ലതാണ്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ. കാൽസ്യവും മഗ്നീഷ്യവും പിന്നെ അയണും ഒക്കെ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിലേക്ക് ഇതാ വെള്ളം ഒഴിച്ചിട്ട് ഒരു 400 ഗ്രാമിൻ്റെ കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തത്. ഒന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പം അത് ഉരുക്കിയിട്ടുണ്ട്. ഉരുക്കിയതിന് ശേഷം നമ്മളിത് അരിച്ചെടുത്തതാണ് കേട്ടത്. അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ആ ഒരു ശർക്കര ഒഴിച്ചതിന് ശേഷം ശർക്കര കിടന്ന് ഇതൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കൂല. എല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ടൈമേ എടുക്കുകയുള്ളൂ. നന്നായിട്ട് ഈ ഒരു പഴത്തിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വരണം, ഒന്ന് കുറുകി വരും. ഇത് കണ്ട ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് അടിഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി ഒരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതാ ഒന്നും കൂടെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. ആ ഒരു നെയ്യും കൂടി വരുന്ന സമയത്ത് ഒന്നും കൂടെ ഗ്ലൈസിങ് ഒക്കെ കൂടി വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1ഉം 2ഉം ഒന്നും വേറെ വേറെ ആക്കി എടുത്തതൊന്നല്ല, ഒറ്റ തേങ്ങാപ്പാൽ തന്നെയാണ്. ഇനി ഞാൻ ഒഴിക്കണില്ല, ഈ ഒരൊറ്റ ഒഴിക്കൽ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു 4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മതി. ഒരുപാടിട്ട് വരട്ടാനൊന്നും നിൽക്കേണ്ടിയില്ല, ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മതി. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് ചെറുതാക്കി വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തീ നല്ല സിമ്മിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി മിക്സാക്കി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ മതി. നിങ്ങൾക്ക് 2ാം പാലിൽ കുറുക്കിയെടുത്തതിന് ശേഷം 1ാം പാലിൽ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനൊരു ഈസി മെത്തേഡിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂൺ ഏലക്കായിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി വേണം കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആ ഒരു എല്ലാ ഫ്ലേവറും കൂടി വരണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മളെ പായസം റെഡി. ഇനി അതിനൊരു വറവ് വേണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ തേങ്ങാക്കൊത്തൊന്നുമില്ല, ഞാൻ തേങ്ങ ചിരണ്ടിയ തന്നെയാണ് ഇടുന്നത് കേട്ടോ. ഒരു 1/4 കപ്പോളം തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കണേക്കാട്ടും എനിക്ക് ഇഷ്ടമായത് ഇതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വറവ് ആകുന്ന വരെ ഒന്ന് ഗോൾഡൻ കളർ ആയാൽ അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കിസ്മിസ് വേണമെങ്കിൽ ചേർക്കട്ടെ, ഇവിടെ പിന്നെ കിസ്മിസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ആയിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ എല്ലാ വിഭവങ്ങളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ നമ്മളെ സാധാരണ പത്തിരിച്ചട്ടി പോലത്തെ ചട്ടിയാണ് കേട്ടോ. ഇപ്പം ഈ ഒരു ചട്ടിച്ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ഇതാണല്ലോ. അപ്പോൾ അതാ ചോറിട്ട് പരിപ്പ് കറി, നമ്മളെ പപ്പായക്കറി, അതുപോലെ തന്നെ കല്ലുമക്കായിൻ്റെ കറി, മാമ്പഴ പുളിശ്ശേരി അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കോവക്ക ഉപ്പേരിയാണ് കേട്ടോ, കോവക്കൻ്റെ ഉപ്പേരി. പിന്നെ അതാ വഴുതനങ്ങ പൊരിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി കേട്ടോ. പിന്നെ അതാ ഉപ്പിലിട്ട മാങ്ങയാണ്, മാങ്ങ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പച്ചമാങ്ങയാണ്, അപ്പോൾ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. പിന്നെ അതാ നമ്മളെ പഴം പായസം. അപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നത്, ഭയങ്കരമായിട്ട് ടേസ്റ്റി അല്ല, അടിപൊളിയാണ് കേട്ടോ. അത് കഴിച്ചിട്ട് നമുക്ക് രാത്രി ഒന്നും ഭക്ഷണമൊന്നും വേണ്ടി വന്നിട്ടില്ല, അത്രയും ഹെവി ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. തിന്നിട്ട് പുതിയിട്ടിട്ടില്ല, ഭയങ്കര ടേസ്റ്റ്. വെറുതെ പറയുന്നല്ലോ കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.